ഇത് സംഭവം വേറൊന്നുമല്ല കേട്ടോ. നമ്മളുടെ പറമ്പിൽ അമ്മ പരിപാലിച്ച് വളർത്തിയെടുത്തുകൊണ്ട് വന്ന ഒരു ചേമ്പും തൈയാണ്. ഇത് നട്ടപ്പോൾ വളരെ കുഞ്ഞായിരുന്നു കേട്ടോ. മിക്കപ്പോഴും നമുക്ക് ഇതുപോലുള്ള വലിയ ചേമ്പിൽ നിന്ന് വിത്തുകളൊന്നും കിട്ടാറില്ല. അതും പറഞ്ഞുകൊണ്ടാണ് ഇത്തവണ അമ്മ ചേമ്പ് പറിക്കാനായിട്ട് നിന്നത്. ഇത്തവണയെങ്കിലും കുറച്ച് വിത്ത് കിട്ടിയാൽ മതിയായിരുന്നു. സംഭവം നമ്മൾ വിചാരിച്ച പോലെ ഒന്നും ആയിരുന്നില്ല കേട്ടോ. നിറയെ വിത്തുണ്ടായിരുന്നു. ഇത് നമ്മളിവിടെ പുഴുക്ക് വെച്ചോ അതല്ലെങ്കിൽ പുഴുങ്ങിയൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ. ഏതാണ്ട് ഒരു കുട്ട നിറയെ നമുക്ക് ചേമ്പ് വിത്ത് കിട്ടിയിട്ടുണ്ടാവും. ഒരു കുട്ട എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു 4-5 കിലോയോളം ഉണ്ടാവും കേട്ടോ. ഇന്നത്തെ പരിപാടി ഇനിയും തീർന്നിട്ടില്ല. ചേമ്പിൻ്റെ കടയും വിത്തും അതിൻ്റെ തണ്ടും എല്ലാം ഔഷധ ഗുണങ്ങൾ അടങ്ങിയതാണ് കേട്ടോ. അതിനുശേഷം ഞാൻ നേരെ പോയത് നമ്മളുടെ സപ്പോട്ടയുടെ അടുത്തേക്കാണ്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് സപ്പോട്ടയുടെ താഴെ ചെന്ന് നോക്കുമ്പോൾ ചുരുങ്ങിയത് ഒരു 5-6 സപ്പോട്ടയെങ്കിലും വവ്വാൽ കൊത്തിയിട്ടിട്ടുണ്ടാവും. ഇന്ന് എന്തായാലും കുറച്ച് പറിച്ചെടുത്തിട്ട് തന്നെ കാര്യമുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അതിൻ്റെ ചോട്ടിലോട്ട് വലിയ തൊട്ടയെടുത്ത് പോയത്. പരിശീലനം കുറവായതുകൊണ്ട് തന്നെ കുറച്ചധികം കഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ നമുക്ക് ഇന്ന് കിട്ടിയത് ഒരു പാഷൻ ഫ്രൂട്ടാണ്. നല്ലോണം പഴുത്ത പാഷൻ ഫ്രൂട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വെച്ചിരുന്നാൽ നാശമായി പോകും എന്ന് അറിയാവുന്നത് കൊണ്ട് വേഗം തന്നെ അത് കഴിച്ചു. നന്നായി പഴുത്ത പാഷൻ ഫ്രൂട്ടാണെന്നുണ്ടെങ്കിൽ ഇതിൽ മധുരം ഇടേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ. ഈവനിങ് നമുക്ക് കുറച്ച് ഞണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഇതമ്മ ഒരു പ്രത്യേക രീതിയിലാണ് വെച്ചിട്ടുള്ളത്. ഇത് തയ്യാറാക്കാൻ സവാള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, വെളുത്തുള്ളി എന്നിവയുടെ അകമ്പടി ഒന്നും ഉണ്ടായിരുന്നില്ല. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ ആവശ്യത്തിന് വെള്ളവും. ഇത്രയാണ് ഇത് പാചകം ചെയ്യാൻ അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങൾ. വെള്ളമെല്ലാം വറ്റി വരുമ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക. കുഞ്ഞിച്ചാളയും കൂടെ ഉണ്ടായതുകൊണ്ട് ഊണ് കുശാൽ.